ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റിലും അതുപോലെ ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നും കൂടിയാണ്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് 2 വലിയുള്ളിയും അതുപോലെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് വേണ്ടിയുള്ളൂ. ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്. അതാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 വലിയുള്ളി സവാള ഇട്ട് കൊടുക്കാം. സവാളൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഒരു സ്പൂണിൻ്റെ പകുതി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. കുറച്ചൊന്ന് വാടി കിട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തക്കാളി ഇട്ട് കൊടുക്കാം. വാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു തക്കാളിയും കൂടി ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും പിന്നെ ഒരു പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഈ തക്കാളിയൊക്കെ ഒന്ന് വാടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് കുറച്ചൊന്ന് വാടി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മല്ലിയില നമുക്ക് 1 പിടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മല്ലിയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ പ്രത്യേകം ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വീണ്ടും മുളകും പൊടിയാണ് ഇടുന്നത്. ഒരു 1/4 സ്പൂണ് മുളകും പൊടി. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എരിവേ ഞാൻ എടുക്കുന്നുള്ളൂ. നിറത്തിനും കൂടി വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. കുറവാണ് എരിവ്. നിങ്ങൾക്ക് മുളകും പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഗരം മസാലയും കൂടി ഒരു 1/4 സ്പൂൺ ഇടാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു മസാല ഒക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻ്റായ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അടിപൊളി ബണ്ണിലാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ബണ്ണിൻ്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഹോള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കാം. ബണ്ണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ മുട്ടയൊക്കെ വെക്കുന്നതുകൊണ്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അതിലുള്ള എല്ലാ ബണ്ണും ഇതുപോലെ തന്നെ മുറിച്ചെടുത്ത് ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാ ബണ്ണും ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് ആവരുത്, എന്താ വെച്ചാൽ ബണ്ണ് അതിൽ അത്രയും സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 1/2 സ്പൂണോളെങ്കിലും മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് 2 കഷ്ണാക്കി വെച്ചതാണ്. അതും കൂടി ഇട്ട് നിറച്ച് കൊടുക്കാം. കുറച്ചൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 സ്പൂണും കൂടി മസാല വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1/2 സ്പൂണും കൂടി മസാല ഒക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അത് നേരത്തെ നമ്മൾ പറിച്ചെടുത്തില്ലായിരുന്നു ബണ്ണ്, അതിൻ്റെ ഉള്ളിലത്തത് അതൊന്ന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്, പുറത്തേക്കൊന്ന് വരാതിരിക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ മൈദ വെള്ളം കൊണ്ട് കലക്കിയതോ അല്ലെങ്കിൽ ആട്ട വെള്ളം കൊണ്ട് കലക്കിയതോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ചാൽ മതി. നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബണ്ണിൻ്റെ പീസ്, അടിഭാഗത്ത് വന്നിരുന്ന ബണ്ണിൻ്റെ പീസ് നമ്മളിതിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ആ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബണ്ണ് നരക്കൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബണ്ണ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നിറക്കാം. ഞാനൊരു 10 ബണ്ണോളം എനിക്ക് നിറക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കൂട്ടിൽ. ഇപ്പോൾ ഒരു 10 ബണ്ണോളം ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ നിറച്ചെടുക്കുന്നുണ്ട്.
സൈഡിലൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മണ്ണ് നിറയ്ക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ കലക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുട്ട ഒന്ന് മിക്സാക്കി കലക്കാം. അതിനുശേഷം ഒരു പാന് നന്നായി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ബണ്ണ് ഇതുപോലെ തന്നെ ഒന്ന് മുക്കുക. 2 സൈഡും ഒരുപോലെ തന്നെ മുക്കുക. അധികം ഒന്നും എണ്ണ പിടിക്കില്ല, അടിഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മുക്കിയെടുത്താൽ മതി. ഈ ബണ്ണിൻ്റെ മേൾഭാഗത്തൊന്നും അധികം ഒന്നും മുട്ട ഒന്നും കുതിരൊന്നുമില്ല. അപ്പോൾ പൊട്ടി പോകുന്നുള്ള പേടി വേണ്ട. ജസ്റ്റ് അടിഭാഗം മറിച്ചിടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നോക്കാം. ഇതുപോലെ ഈ മുട്ടയിലേക്ക് ഇടുമ്പോൾ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നന്നായിട്ട് മുക്കിയെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. മേൽഭാഗം ഒന്നും കേടൊന്നും വരില്ല. ഒരുപാട് മുട്ട അതിലൊന്നും മുങ്ങുന്നൊന്നും പേടിക്കേണ്ട. ബ്രെഡ് മുങ്ങണ മാതിരി മുങ്ങൊന്നുമില്ല. അത് നല്ലപോലെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ കവർ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആവും. അങ്ങനെ പൊരിച്ചെടുക്കുന്നതിനാണ് കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണയോ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന തരത്തിൽ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയത്, അതുപോലെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണിത്. നമ്മുടെ ബണ്ണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും ഞാൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള മസാലയും അതുപോലെ ബണ്ണും അതെല്ലതും കൂടി ആയതുകൊണ്ട് നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല സ്മെല്ല്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. വായിൽ വെള്ളം വരുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.